ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഗെയ്സ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ കാണാൻ എല്ലാവരെയും ക്ഷമിക്കണം. അപ്പോൾ ഇന്നൊരു കല്യാണത്തിന് പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് ഗെയ്സ് നമ്മളിടുന്നത്. അപ്പം ഞാൻ കല്യാണത്തിന് പോകാനായിട്ട് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്ന കാപ്പി എന്ന് പറയുന്നത് അപ്പവും കടലക്കറിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരുങ്ങി ബസ് സ്റ്റോപ്പിൽ പോയി നമ്മൾ ബസ് കയറിയിട്ടാണ് കല്യാണ ഓഡിറ്റോറിയത്തിൽ പോകുന്നത്. അപ്പം നമ്മൾ ഒരുങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്നു. ബസ് വരാൻ കുറേ താമസിച്ചു. കുറേ നേരം പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു, ഉമ്മ നിൽക്കുമായിരുന്നു, എൻ്റെ അനിയത്തി ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ബസ് കിട്ടി ഗേസ്. ബസ് കിട്ടിയതിന് ശേഷം നമ്മൾ ആയൂരാണ് ഇറങ്ങിയത്. നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ കൂടെ അല്ലായിരുന്നു ഈ ബസ് പോകുന്നത്. നമുക്ക് പോകേണ്ട വേറെ വഴിയാണ്. അപ്പം നമ്മൾ ആയൂർ ഇറങ്ങി വേറെ ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ് ഗേസ്. അപ്പം നമുക്ക് വേറെ ബസ് കിട്ടി. വേറെ ബസ് കിട്ടിയതിന് ശേഷം നമ്മൾ എളമാടുന്ന് നമ്മുടെ വാപ്പുമായും അത്തായും കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഇറങ്ങി. അവിടുന്ന് കുറച്ച് നടക്കാം, തോന്നിയൊന്നുമില്ല, ഒരു ഇത്തിരിയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് നടന്ന് ഓഡിറ്റോറിയത്തിലെത്തി. അനുഗ്രഹ ഓഡിറ്റോറിയം ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയായ ഫോട്ടോസ് എടുപ്പ്, വീഡിയോസ് എടുപ്പ്, സ്റ്റേജൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുമല്ലേ, നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാമല്ലോ. പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് പോയി കേസ്. അപ്പോഴത്തേക്കും ഓൾറെഡി കുറേ പേരൊക്കെ വന്നു കഴിഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം പെണ്ണ് വന്നു, പെണ്ണിരിക്കുന്ന ബ്യൂട്ടീഷ്യൻ വന്നു. അങ്ങനെ എല്ലാവരും വന്നു. ആ നീല ചുരിദാർ ഇട്ടയാണ് പെണ്ണിൻ്റെ ഉമ്മ. പിന്നെ നമ്മൾ പെണ്ണിനെ കാണാനായിട്ട് പോയി. പിന്നെ ഞാൻ പെണ്ണിൻ്റെ കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഫൈനലി അവരുടെ കല്യാണം കഴിഞ്ഞു ഗേസ്. അപ്പം നമ്മൾ കല്യാണമൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ ബാക്കിൽ എൻ്റെ ഉമ്മായും ഉമ്മയുടെ 3 മാമിമാരും ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവരുടെയും കൂടെ ചെറിയൊരു വീഡിയോയും കൂടെ എടുത്തു. പിന്നെന്താ, പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലല്ലോ. കുറച്ച് നേരം അവരൊക്കെ സംസാരിക്കുന്നു, നമ്മളിവിടെ നിന്ന് ഫോണിൽ കുത്തി കളിക്കുന്നതല്ലേ നമുക്കുള്ളൂ ചെയ്യാൻ. പിന്നെ കുറച്ച് സ്റ്റേജിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയായ ഫുഡ് അടിക്കാനായിട്ട് പോയി ഗേസ്. ഫുഡ് അടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഫുഡ് അടിയിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ബീഫ് ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ് ബീഫ് ബിരിയാണി. അപ്പം നമ്മൾ കുറച്ച് ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ചു. ഐസ്ക്രീം ഇല്ലായിരുന്നു ഗൈസ്, അതിന് പകരം ഒരു മുട്ടായി കാർഡിലാക്കി തന്നു. കുഴപ്പമില്ല, നമുക്ക് ഐസ്ക്രീമിന് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അടുക്കളയ്ക്ക് പോകുന്നതാണ് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ അടുക്കളയ്ക്ക് പോകാനായിട്ട് കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു ഓഡിറ്റോറിയത്തിൽ വണ്ടി വരാനായിട്ട്. അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി ഗേസ്. പെണ്ണിൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവരെല്ലാവരും കാര്യം പറയുന്നു, ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇതാണ് ചെറുക്കൻ്റെ വീട്. അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്തൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഗേസ്. പിന്നെ നമ്മുടെ വീണ്ടും മെയിൻ പരിപാടിയായ ഫുഡ് അടി ഉണ്ടല്ലോ, അതിലോട്ട് പോവാണ് ഗേസ്. എവിടെ ചെന്നിരുന്നാലും ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്നാണ് എൻ്റെ അനിയത്തി ചോദിക്കുന്നത്. അവൾക്കറിഞ്ഞൂടല്ലോ എനിക്ക് യൂട്യൂബിലിടാനാണെന്നും. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫുഡ് കഴിച്ചു. 2 പൊറോട്ടയും കുറച്ച് ബീഫ് കറിയും കഴിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് കഴിച്ചിറങ്ങി. പിന്നെ നമ്മൾ പെണ്ണിനോട് ഒന്നും കൂടെ യാത്ര പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കൊല്ലം ബീച്ചിലോട്ടാണ് ഗെയ്സ് ഈ പോകുന്നത്. നമ്മുടെ ഇത്ര അടുത്ത് കിടക്കുന്ന കൊല്ലം ബീച്ചിൽ എത്ര കണ്ടാലും മതി വരാത്ത ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ബീച്ച്. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് കപ്പലട്ടിയൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഗെയ്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.